പാലാ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിച്ചിട്ട് മതി സൗന്ദര്യവൽക്കരണമെന്ന് ബി.ജെ.പി. ചെയർമാനും സംഘവും. നഗര സൗന്ദര്യവൽക്കരണം എന്ന പേരിൽ ലക്ഷങ്ങളുടെ അഴിമതിക്ക് കളമൊരുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനീഷ് ചൂണ്ടച്ചേരി ആരോപിച്ചു. പാലാ നഗരം ഗതാഗതക്കുരുക്കിൽ നട്ടം തിരിയുമ്പോൾ അതിന് പരിഹാരം കാണാതെ ചെയർമാനും സംഘവും നഗര സൗന്ദര്യവൽക്കരണം എന്ന പേരിൽ ലക്ഷങ്ങളുടെ അഴിമതിക്ക് കളമൊരുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനീഷ് ചൂണ്ടച്ചേരി കുറ്റപ്പെടുത്തി. പാലായുടെ നഗരവികസനം ചെടിച്ചട്ടിയിലൂടെ പാലാ നഗരസഭയിലെ ചെയർമാൻ്റെ പ്രസ്താവനയും അതുപോലെ തന്നെ ഇന്ന് പാലാ നഗരത്തിലെ റൗണ്ടാനകളും മോടി പിടിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന പാലാ മുനിസിപ്പാലിറ്റിയുടെ കൊടുകാര്യസ്ഥതയ്ക്കെതിരെ ബി.ജെ.പി. പ്രതിഷേധിക്കുന്നു. കാലാകാലങ്ങളായി മാറിവരുന്ന പാലായുടെ മുനിസിപ്പൽ ചെയർമാൻമാർ അവർക്ക് അവരുടെ പോക്കറ്റ് വികസിക്കുന്നതിനായി പാലായിലെ ഏറ്റവും വലിയൊരു വികസന പദ്ധതിയായി കണ്ടിരിക്കുന്നത് പാലായിലെ ചെടിച്ചട്ടികളും അതുപോലെ തന്നെയുള്ള ചെടിച്ചട്ടികൾ വെച്ചുള്ള നഗരവികസനമാണ്. അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള ഒരൊറ്റ പബ്ലിക് ടോയ്ലറ്റുകൾ പോലും പാലായിലില്ലാത്ത അവസ്ഥയുള്ളപ്പോൾ പാലായ്ക്ക് വേണ്ടി കഴിഞ്ഞ മുനിസിപ്പൽ ചെയർമാൻമാർ ഇരുന്നപ്പോൾ ബൈപ്പാസിൽ ചെടിച്ചട്ടികളും ചെടികളുമെല്ലാം വെച്ച് പാലായെ വളരെ വേഗത്തിലുള്ള വികസനമാക്കി മാറ്റും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ചെടിച്ചട്ടികൾ പോലും കാണാനില്ലാത്ത അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള സമയത്ത് പാലായുടെ ഈ വികസനം ചെടിച്ചട്ടികളിലൂടെ നടക്കുമോ? പാലാ മുനിസിപ്പാലിറ്റിയുടെ ലോട്ട് കയറുമ്പോൾ ആ കവാടത്തിങ്ങളിരിക്കുന്ന ബോർഡ് ഏത് സമയത്തും നിലംപത്തി അതിലെ ഒരുപാട് ജനങ്ങൾ സഞ്ചരിക്കുന്ന ആ സ്ഥലത്ത് ആ ബോർഡ് എപ്പം വേണേലും നിലം പൊത്താവുന്ന ഇതിലാണ് ഇരിക്കുന്നത്. അതുപോലും മാറ്റാൻ സജ്ജരാകാത്ത പാലാ മുനിസിപ്പൽ കമ്മിറ്റി എന്തുകൊണ്ടാണ് പാലാ നഗരത്തിൽ ഇത്തരത്തിലുള്ള വികസനത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്നത്? നഗരത്തിലെത്തുന്നവർക്ക് നല്ലൊരു ശൗചാലയം പോലുമില്ലെന്നും മുനിസിപ്പൽ സ്റ്റാൻഡിന് മുന്നിൽ യാത്രക്കാർ മഴ നനഞ്ഞു വേണം ബസ് കാത്തു നിൽക്കാൻ, ബൈപ്പാസിൽ സിവിൽ സ്റ്റേഷന് സമീപത്തെ ഗതാഗതക്കുരുക്കിന് ഇനിയും പരിഹാരമില്ല എന്നും വാഹനമായി പാലായിലെത്തിയാൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കാതെ നഗര സൗന്ദര്യവൽക്കരണം എന്ന പേരിൽ ലക്ഷങ്ങൾ ചെലവാക്കി അതിലൂടെ അഴിമതി നടത്താനാണ് നഗരസഭ ഇറങ്ങിത്തിരിക്കുന്നതെന്നും ബിനീഷ് ചൂണ്ടിക്കാട്ടി. ഐ4 ന്യൂസ്, പാലാ.